ഒരു റെസിപ്പിയാണ് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തൊരു ഷോർട്സിനകത്ത് ഞാൻ എൻ്റെ ലഞ്ച് കാണിച്ചപ്പോൾ അതിനകത്ത് വഴുതനങ്ങ മോരുകറി കാണിച്ചിട്ടുണ്ടായിരുന്നേ. അന്ന് എൻ്റെ കമന്റ് ബോക്സിനകത്ത് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ റെസിപ്പി ആയിട്ടൊന്ന് ഇടാമെന്ന്. അപ്പോൾ ഇന്ന് അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മോരുകറി ഉണ്ടാക്കാനായിട്ട് ഞാൻ രണ്ട് ഇടത്തരം വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വഴുതനങ്ങ നമ്മൾ വട്ടത്തിൽ അരിഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ശകലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മൾ നോർമലി വഴുതനങ്ങ വറുത്തെടുക്കുന്നത് പോലെ ഒന്ന് വറുത്തെടുക്കണേ. വഴുതനങ്ങ വറുത്തെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാടങ്ങ് മൊരിച്ച് കരിച്ചെടുക്കരുത്. നല്ല രീതിയിലൊന്ന് വെന്ത് അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതിയെ. അങ്ങനെ വഴുതനങ്ങയൊക്കെ സെറ്റായി വരുമ്പോഴത്തേക്ക് വേറെ ചട്ടിക്കകത്തോടെ നമ്മുടെ പുളിപ്പിന് ആവശ്യത്തിനനുസരിച്ചുള്ള തൈരും കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് വെള്ളം പോലെ ആവരുത്, എന്നാൽ ഒരുപാട് കട്ടിയാവരുത്. ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ. ഈ തൈരിന്റെ കൂട്ടിലോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ആ വഴുതനങ്ങയും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അവസാനമായിട്ട് നമ്മൾ കടു വറുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒരു പിഞ്ച് മുളകൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ മോര് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഒറ്റ കറി മാത്രം മതി നമുക്ക് ചോറിന്. അത്രയ്ക്കും കിടിലൻ കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ ഓക്കെ, ബൈ.